അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സിമ്പിൾ ആയിട്ടും ടേസ്റ്റ് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ പേരാണ് ടർക്കിഷ് എഗ്. പേരൊക്കെ വലുതാണെങ്കിലും സംഗതി വളരെ സിമ്പിളാണ്. നമുക്കിതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. മെയിനായിട്ട് വേണ്ടത് ഗ്രീക്ക് യോഗേർട്ടാണ്. ഗ്രീക്ക് യോഗേർട്ട് ഇപ്പോൾ എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണ്. നോർമൽ കേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് പുളിപ്പുണ്ടാവും. അതുകൊണ്ട് ഗ്രീക്ക് യോഗേർട്ട് തന്നെ എടുക്കണേ ഇതിന്. പിന്നെ ബ്രെഡിനായിട്ട് ഞാൻ എടുത്തത് സാഡോ ബ്രെഡാണ്. നോർമൽ ബ്രെഡ് എടുത്താലും മതി. ഇനി ഗ്രീക്ക് യോഗേർട്ടിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് ഗാർലിക് ക്ലൗസ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ പെപ്പർ പൗഡർ, അത് ബ്ലാക്ക് പെപ്പർ പൗഡർ തന്നെ മതി. പിന്നെ സോൾട്ടും പിന്നെ ദിൽ ലീവ്സ് മിക്കവാറും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ സാധാരണ കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ യോഗേർട്ട് മിക്സ്. ഇതവിടെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. പാരലലി നമുക്ക് സൈഡിൽ ബ്രെഡും ടോസ്റ്റ് ചെയ്യാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ബട്ടറൊക്കെ ഇട്ട് ക്രിസ്പി ആയിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തോ. കുറച്ച് ക്രിസ്പി ആണെങ്കിൽ ഈ എഗ്ഗിൽ മുക്കി കഴിക്കാൻ രസമുള്ളൂ. അപ്പോൾ യോഗേർട്ട് മിക്സ് അതിൻ്റെ അകത്തേക്ക് ഞാൻ കൊറിയാണ്ടർ ലീവ്സും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ യോഗേർട്ട് മിക്സ് റെഡിയായി അതവിടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള എഗ്ഗ് എന്ന് പറയുന്നത് പോസ്റ്റ് എഗ്ഗാണ് യൂഷ്വലി ഞാൻ റെസിപ്പീസിലൊക്കെ കണ്ടിട്ടുള്ളത്. ചെറുത് ബുൾസൈ വെച്ചും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പോസ്റ്റ് എഗ്ഗ് ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി. അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വിനീഗർ ഇട്ടിട്ട് മുട്ട അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. പോസ്റ്റ് എഗ്ഗ് റെഡിയാവും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ യോക്ക് നല്ല വാട്ടറി ആയിരിക്കും, ബാക്കി കുറച്ച് സോഫ്റ്റും ആയിരിക്കും. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എഗ്ഗിലെ വാട്ടർ കണ്ടൻറ്റ് പാടില്ല. അപ്പം എഗ്ഗ് പൊട്ടിച്ച് ആദ്യമേ ഒരു അരിപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം സ്കാറ്റേർഡ് ആയി പോകാതെ നല്ലൊരു പോസ്റ്റ് എഗ്ഗ് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ അത്ര അങ്ങോട്ട് സെറ്റായില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ, പക്ഷെ കുഴപ്പമില്ലാണ്ട് കിട്ടി. എഗ്ഗ് എടുത്ത് കുറച്ച് നേരം ടിഷ്യൂ പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മൊത്തം പോകും. എന്നിട്ട് വേണം നമ്മൾ യോഗേർട്ടിലേക്ക് വച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഒരു സാധനം കൂടി വേണം, അതാണ് റെഡ് സോസ്. റെഡ് സോസ് എന്നൊക്കെ കണ്ടിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്ന വളരെ സിമ്പിളാണ്. ജസ്റ്റ് ബട്ടറിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് റെഡ് ചില്ലി പൗഡറും പിന്നെ ക്യുമിൻ പൗഡറും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ചില്ലി ഫ്ലേക്സ് എന്തായിരുന്നാലും വേണം. പിന്നെ റെഡ് ചില്ലി പൗഡർ അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ ഇട്ടാലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സിറാച്ച മിക്സിൻ്റെ ഒരു പൗഡറായിരുന്നു, ഞാൻ അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ക്യുമിൻ പൗഡറും കൂടെ ആഡ് ചെയ്യുക. അത് കുറച്ച് മൊത്തത്തിൽ ഈ ഡിഷിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. അങ്ങനെ ഈ മിക്സും കൂടെ റെഡിയാക്കി വെച്ചിട്ട് ഇനി ജസ്റ്റ് തീർന്നു, നമ്മുടെ പരിപാടി തീർന്നു. ഇനി ജസ്റ്റ് സെറ്റിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യോഗേർട്ട് മിക്സിലേക്ക് ഈ റെഡ് സോസും കൂടി ഒഴിച്ച് നമ്മുടെ പോസ്റ്റ് എഗ്സ് അതിൻ്റെ അകത്തേക്ക് ഇടാം. പിന്നെന്താ, പിന്നൊന്നുമില്ല, പിന്നെ ജസ്റ്റ് ഫുഡ് റെഡി തന്നെ. അപ്പം അതിനായിട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്ത് അതിലേക്ക് ഡിപ്പ് ചെയ്ത് അങ്ങ് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. സംഗതി വളരെ സിമ്പിളുമാണ്, ഹെൽത്തിയുമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പം ട്രൈ ചെയ്തിട്ട് പറയാം.